يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ദീനിൽ അതിരുകടക്കുന്നതുമായി ബന്ധപ്പെട്ട അതിരുകടന്ന നിലപാടുകളും രീതികളും സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ അവലംബിക്കുന്ന ഗ്രന്ഥം ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് നടത്തിയിരിക്കുന്ന ഒരു പ്രഭാഷണവുമായി ബന്ധപ്പെട്ട ക്രോഡീകരിക്കപ്പെട്ട അതിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട അൽ വസത്തിയ്യത്തു ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള പ്രസക്തമായ ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് ഈ ഗ്രന്ഥം, ഈ പ്രഭാഷണം സൗദി അറേബ്യയിലെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജാമിഅത്തുൽ ഇമാമിൽ നടത്തിയ ഒരു പ്രഭാഷണമാണ്. അത് ഷെയ്ഖിന്റെ അനുമതിയോട് കൂടിയിട്ട് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്തത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ ദീനിൽ അതിര് കവച്ചിൽ പാടില്ല എന്നുള്ളത് നമ്മൾ കേട്ട് പരിചയിച്ചിരിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെല്ലാം അതിലേക്കുള്ള സൂചനകളുണ്ട്, തെളിവുകളും ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇയ്യാകും വൽ ഗുലൂ ഫിദ്ദീൻ, ദീനിൽ ഗുലൂവ് കാണിക്കുന്നത്, അതിര് കടക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാനുണ്ടായ കാരണം അവർ നശിപ്പിച്ചത് ദീനിലുള്ള ഗുലൂവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറയുന്ന ഗുലൂവെന്നും എന്തല്ല ഗുലൂവ് എന്നും എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ വിഷയത്തിൽ വലിയ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. ചില ആളുകൾ ദീൻ വസത്താണ്, മധ്യമ രൂപമാണ് ദീൻ എന്ന് പറയുകയും അത് ശരിയായ നിലപാടാണ്, ദീൻ വസത്തിയ്യത്താണ് എന്നുള്ളത് ശരിയായ നിലപാടാണ്. എന്നാൽ അതിനെ മറപിടിച്ചുകൊണ്ട് ദീനിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിരിക്കുന്ന ഖണ്ഡിതമായ പല കാര്യങ്ങളിൽ വരെയും കുറവ് വരുത്തുകയും എന്നിട്ട് അതിന് ന്യായമായി ദീൻ വസത്തിയ്യത്താണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ വസത്തിയ്യത്ത്, എങ്ങനെയാണ് ഒലുവുണ്ടാവുക, എങ്ങനെയാണ് അതിൽ നിന്ന് കുറവ് സംഭവിക്കുക, അലംഭാവം ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച്
വളരെ ഹ്രസ്വമായി കൊണ്ടും എന്നാൽ ലളിതമായും ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രഭാഷണത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് വസതിയ്യത്താണ് എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നതാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ, അപ്രകാരം നിങ്ങളെ നാം വസതായ ഒരു ഉമ്മത്താക്കി. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങളുടെ മേൽ നിങ്ങൾ ഷാഹിദുകളാകാനാണ്, സാക്ഷികളാകാനാണ്. വയകൂന റസൂൽ അലൈക്കും ഷഹീദ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഷാഹിദാകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ വസത്ത് എന്നുള്ളതിന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് അൽ അദ്ലുൽ ഖിയാം, ഉത്തമരായവർ, നീതിയോടെ വർത്തിക്കുന്നവർ, നീതി അതേപോലെ തന്നെ ഏറ്റവും മികച്ചത് എന്നുള്ള അർത്ഥത്തിനാണ് എന്ത് ചെയ്യുന്നത് വസത്തിനെ ഉലമാക്കൾ അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാന്മാരാക്കിയിട്ടുണ്ട്, ഏറ്റവും ഉത്തമരാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലെല്ലാം അത് പറയുന്നുണ്ട്. ഇവിടെ മറ്റുള്ള സമൂഹങ്ങളുടെ മേൽ ഈ ഉമ്മത്തിന് സാക്ഷികളായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ്. സാക്ഷി പറയുന്നവർ സ്വാഭാവികമായിട്ടും എങ്ങനെയുള്ളവരായിരിക്കണം? അതിലുള്ളവരായിരിക്കണം, നീതിയുള്ളവരായിരിക്കണം, നല്ല ആളുകളായിരിക്കണം എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിനെ ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യത്തിന് ഉതകുന്ന രീതിയിൽ, ഒരു വസത്താകാൻ പറ്റുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ പാരായണം ചെയ്തു കൊടുത്ത് അവരെ സംസ്കരിച്ചെടുത്തു, ഖുർആൻ പഠിപ്പിച്ചു, ഹിക്മത്ത് പഠിപ്പിച്ചു. അങ്ങനെ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മമുകളെ, വ്യത്യസ്ത ഉമ്മത്തുകളെ ഹാജരാക്കുമ്പോൾ അമ്പിയാക്കളോട് ചോദിക്കും. ഖുർആൻ പറയുന്നുണ്ട്, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. ആരിലേക്കാണോ മുർസലീങ്ങളെ നിയോഗിക്കപ്പെട്ടത് അവരോട് ചോദിക്കും. അതേപോലെ തന്നെ അയക്കപ്പെട്ട മുർസലീങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഇത് ഹദീസുകളിലെല്ലാം സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അമ്പിയാക്കളോട് ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചുവോ? ഏതൊരു ദൗത്യവുമായാണോ നിങ്ങൾ നിയോഗിച്ചത്, നിങ്ങൾ എത്തിച്ചു കൊടുത്തുവോ? അവർ പറയും, അതെ റബ്ബേ, ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉമ്മത്തിനോടും അള്ളാഹു ചോദിക്കുമെന്നാണ്, ഈ മുർസലീങ്ങൾ അവരുടെ ബാധ്യതകൾ നിർവഹിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, അവർ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല, നിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു നൽകിയിട്ടില്ല എന്ന് ഉമ്മത്തുകൾ പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നതാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നുള്ളതിനുള്ള സാക്ഷികൾ ആരാണ് അതിന് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ളത്? അപ്പോൾ അവർ പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ഉമ്മത്തും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സാക്ഷ്യം പറയും എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട് ചോദിക്കും, അവരതിന് സാക്ഷ്യം വഹിക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം മുതൽ, ദഅവത്ത് മുതൽ, അമ്പിയാക്കന്മാരുടെ ദഅവത്തിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ അമ്പിയാക്കളും അവരുടെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഉമ്മത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഈ ഉമ്മത്ത് എന്ത് ചെയ്യും? അത് സാക്ഷ്യം വഹിക്കും. അപ്പൊ അങ്ങനെ സാക്ഷ്യം വഹിക്കുന്ന ഉദൂലുകളായ, നീതിമാന്മാരായ, ഏറ്റവും ഉത്തമരായ സമൂഹമാണ് ഈ ഉമ്മത്ത്. അതുകൊണ്ടാണ് അവരെ വസത്ത് എന്നെന്ത് ചെയ്യണത് അറിയപ്പെടുന്നത്. ഈ ദീൻ വസത്താണ് എന്ന് പറയപ്പെടാനുള്ളതായ കാരണം അതാണ്. വസത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് അറ്റങ്ങളുടെ ഇടയിലുള്ളതിനാണെന്ന് പറയുക. വസത്ത് എന്ന് പറയുന്നത് രണ്ട് തോർഫുകളുടെ, രണ്ട് ഭാഗങ്ങളുടെ ഇടയിലുള്ള മധ്യത്തിലുള്ള ഭാഗത്തിനാണ് വസത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉമ്മത്ത് രണ്ട് തൊറഫുകളുടെ ഇടയിലാണ്. ഏതാണ് രണ്ട് തൊറഫ്? ആ രണ്ട് അറ്റം എന്ന് പറയുന്നത് തൊറഫുൽ ഗുലൂവി അല്ലദീ കാന ഫി നസാറ, നസാറാക്കൾ നിലകൊണ്ടിരുന്നതായ ഒരറ്റം ഗുലൂവിൻ്റെതാണ്. അവരെന്ത് ചെയ്തു? ദീനിൽ വലിയ രീതിയിൽ
അതിര് വിട്ട് കടന്നുപോയി. അമിതമായി അവരെന്ത് ചെയ്തു? ദീനിന്റെ കാര്യങ്ങളിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നബിയോ പഠിപ്പിക്കാത്തതായ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? വ്യതിചലിച്ചു. ധാരാളം കാര്യങ്ങളിൽ അങ്ങനെ അവർ വ്യതിചലിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, അതേപോലെ തന്നെ ഇബാദാത്തുകളുടെ കാര്യത്തിൽ, അള്ളാഹുമായുള്ള ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെ കാര്യത്തിലെല്ലാം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഉരുവ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരറ്റം. മറ്റൊന്ന് വതസാഹുലു വൻഫിലാസുൽ യഹൂദ്, ജൂതന്മാരുടെ തസാഹുലും ഇടയിൽ, അതാണ് വേറൊരറ്റം. അവർ എന്ത് ചെയ്തു? ദീനിന്റെ കാര്യത്തിൽ അവർ അലംഭാവം കാണിച്ചു. അവർ ശരിയായി എന്താണോ നടപ്പിലാക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, അത് പൂർണ്ണമായി വിശ്വസിക്കാതെ അതിൽ അലംഭാവം കാണിച്ച ഒരു വിഭാഗമുണ്ട്. ഇവ രണ്ടിനും ഇടയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് ചെയ്ത് നിശ്ചയിച്ചത്. ഈ ഉമ്മത്തിലെ ഓരോ ആളുകളും അപ്രകാരമാണ് അള്ളാഹു ആകണമെന്നുള്ളതാണ് അള്ളാഹു നിശ്ചയിച്ചത്. ഇഫ്റാത്തില്ലാതെ തഫ്രീത്തില്ലാതെ, അതിരി കടക്കലുകളില്ലാതെ, അതേപോലെ തന്നെ അലംഭാവമില്ലാതെ, അത് രണ്ടിനും ഇടയിൽ മുഅ്തദിലായിക്കൊണ്ട് വസത്തായിക്കൊണ്ട് നിലകൊള്ളുക എന്നുള്ളതാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ ഇതിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾ, ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന നസ്വാറാക്കളുടെ രീതിയിൽ ഉലൂവിലേക്ക് പോയിട്ടുണ്ട്. ഖവാരിജി ചിന്താഗതികൾ പേറിക്കൊണ്ട് തീവ്രമായ നിലപാടുകളിലേക്ക് പോയ മുതഫരിഫീങ്ങളായ തീവ്ര നിലപാടുകാരായ ആളുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതേപോലെ തന്നെ തസാഹുല് കാണിച്ച, ദീനിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന സുന്നത്തിലും ഹദീസിലും അതേപോലെ തന്നെ ഖുർആനിലുമെല്ലാം സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറവ് വരുത്തുകയും എന്നിട്ട് തസാഹുല് അലംഭാവം കാണിക്കുകയും ചെയ്ത ആളുകളുമുണ്ട്. അവ രണ്ടിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മേൽ അനിവാര്യമാണ്. ഇവിടെ എന്നിട്ട് ഇതിന്റെ ഗ്രന്ഥ രചയിതാവ് മുസന്നിഫ് ഹഫിളഹുള്ള പറയുകയാണ്, ഇദാ അൻകർന തഫറുഫ വൽ ഗുലുവ യജിബു അലൈനാ അൻ നുൻകിറ അയ്ളൻ അത്തസാഹുല വത്തഫരീത്ത്. ഇവിടെയാണ് വലിയ അബദ്ധങ്ങൾ ആളുകൾക്ക് സംഭവിക്കുക. പലപ്പോഴും തഫറുഫിനെയും ഗുലുവിനെയും ആളുകൾ സമൂഹത്തിൽ നിഷേധിക്കലുണ്ട്. കാരണം അത് ഒരു ട്രെൻഡാണ് സ്വഭാവമായിട്ടും. അതിര് കവിച്ചിലും തീവ്രമായ നിലപാടുകളും എല്ലാവരും എന്ത് ചെയ്യും? എതിർക്കും. പ്രത്യേകിച്ചും കുഫാറുകളടക്കം ഇസ്ലാമിന്റെ ശത്രുക്കളടക്കം എന്ത് ചെയ്യുന്നു? അതിര് കവച്ചിലിനെ കവിഞ്ഞുള്ള പ്രവർത്തികളെ, വിശ്വാസങ്ങളെ എതിർക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ കൂടെ ചേരുക എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യും? അതിനെ എതിർക്കും. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഉലൂവിനെ എതിർക്കുന്ന കാര്യത്തിൽ എല്ലാവരും വലിയ ഉത്സാഹം കാണിക്കും. എന്നാൽ ഇങ്ങനെ ഉലൂവിനെ നാം എതിർക്കുന്നതിനോട് കൂടെ തന്നെ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ് അന്നുൻകിറ അയ്ളൻ അത്തസാഹുല വത്തഫരീത്ത്. ഇതിലുള്ള അലംഭാവത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നാം എതിർക്കേണ്ടതുണ്ട്. അതിലുള്ള തഫരീത്തുകളെയും കുറവ് വരുത്തുന്ന കാര്യത്തിലും ദീനിന്റെ വിഷയങ്ങളെ കുറവ് വരുത്തുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എതിർക്കൽ അനിവാര്യമാണ്. അമ്മ അന്നുറക്കിസ അലാ ജാനിബിൻ വനുഹ്മില അൽ ജാനിബ് അൽ ആഖർ വഖദ് യകൂനു അഖ്തർ. എന്നാൽ ഒരു വശത്തെ നമ്മൾ പ്രത്യേകം കേന്ദ്രീകരിക്കുന്നു, അതിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു, ഗുലൂവിനെ മാത്രം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ മാത്രം എതിർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റേ അറ്റമായ തസാഹുലിനെ ഒഴിച്ചുവിടുന്നു. അതിനെ നമ്മൾ എതിർക്കുന്ന കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോകുന്നു. ഇത് രണ്ടും, ഇതാണ് കൂടുതൽ എന്താണ് അപകടകരം എന്നുള്ളതാണ്. വഖദ് യകൂനു അഖ്തർ. ഒരു പക്ഷം എന്ത് ചെയ്തേക്കാം? വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. ആളുകൾ വലിയ രീതിയിൽ തസാഹുലിലേക്ക് പോകും. ദീൻ തന്നെ ഉപേക്ഷിക്കുന്ന നിരീശ്വരവാദത്തിലേക്കും അതേപോലെ തന്നെ മതനിഷേധത്തിലേക്കും ദീനിനെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എന്ത് ചെയ്യും? പോകുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിയേക്കാം. അതുകൊണ്ട് ഇത് കൂടുതൽ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം എന്ത് ചെയ്യുക? കേന്ദ്രീകരിക്കുക, ഒരറ്റത്തെ ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക. ഇത് രണ്ടിനെയും അകറ്റി നിർത്തേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം. എന്നിട്ട് വസത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ് വിശ്വാസം ചെയ്യേണ്ടത്. ഫൽആൻ അന അറാ അന്നൽ ഇൻകാറ കുല്ലഹു അലൽ ഗുലുവി വസതുറു. ഇപ്പോൾ ഇവിടെ നാം കാണുന്നത്, ഷെയ്ഖ് പറയാണ്, ഞാൻ ഇവിടെ കാണുന്നത് ഗുലുവിനെയും തസറുഫിനെയും ഇൻകാർ ചെയ്യുന്നത് മാത്രമാണ്. ഇൻകാർ മുഴുവനും എവിടെ മാത്രമേ ഉള്ളൂ? ഗുലുവിനെ മാത്രം ഇൻകാർ ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. വഹാദ സ്വഹീഹ്, ശരിയാണത്. ഗുലുവിനെ എന്ത് ചെയ്യേണ്ടതാണ്? ഇൻകാർ ചെയ്യേണ്ടതാണ്, അതിനെ തടുക്കേണ്ടതാണ്, എതിർക്കേണ്ടത് തന്നെയാണ്. ദീനിൽ അതിര് കവിയുക എന്നുള്ളത് പാടില്ലാത്തതാണ്, അതിനെ എതിർക്കപ്പെടണം.
നഅം നുൻകിറു തതററുഫ വൽ ഗുലുവ, തീവ്രതയെയും അതേപോലെ തന്നെ അതിരുകവിച്ചലിനെയും എല്ലാം നാം എതിർക്കുന്നു. ലാകിൻ യജിബു അൻ ലാ നൻസ തസാഹുല വൽ ഇൻഹിലാല വൽ ഇൽഹാദ്, അതോടൊപ്പം തന്നെ നാം മറന്നുപോകാൻ പാടില്ല, മറക്കാതിരിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. തസാഹുലിനെ, ഈ പറയുന്ന അലംഭാവത്തെ, ധാർമ്മികമായ അപജയത്തെ, മതനിഷേധത്തെ, ഇതിനെ എതിർക്കുന്നതിനെ സംബന്ധിച്ച് മറവി സംഭവിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. അതും കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ എന്താണ്? നിർബന്ധമാണ്. യജിബു അൻ നുറക്കിസ അലൽ ജാനിബൈൻ വഅൻ നഹ്ദറ മിൻ ഹാദാ വമിൻ ഹാദാ, ഈ രണ്ട് വശങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? കേന്ദ്രീകരിക്കണം. അതേപോലെ തന്നെ രണ്ടിൽ നിന്നും നാം എന്ത് ചെയ്യണം? ജാഗ്രത പാലിക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. എന്നിട്ട് മുസന്നിഫ് പറയുകയാണ്, ഇത് ഈ ഒരു നിലപാടാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അവരുടെ മദ്രസകളിലും ജാമിഅകളിലുമെല്ലാം പാഠ്യപദ്ധതിയായി രൂപീകരിച്ചിരിക്കുന്നതും ഇതേ ശൈലി തന്നെയാണ്. ഇത് രണ്ടും ഒത്തുപോകുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി, മുസ്തഖീമായ വഴിയിലൂടെ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. മുസ്തഖീമായ വഴി അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ്. ഓരോ നമസ്കാരങ്ങളിലും അതല്ലാത്തപ്പോഴുമെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാണ് മുസ്തഖീമായ വഴിയിൽ പ്രവേശിക്കാൻ. അതിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, അതിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. അതിനപ്പുറത്തും ഇപ്പുറത്തും ധാരാളം വഴികൾ കാണും. സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉദാഹരണ സഹിതം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വര ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇതാണെന്ത് എന്റെ വഴി, എന്റെ മാർഗം. അതിനപ്പുറത്ത് ധാരാളം വഴികൾ കാണിച്ചു കൊടുത്തു, എന്നിട്ട് ഇതെല്ലാം വ്യത്യസ്ത മാർഗങ്ങളാണ്, അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഇവിടെ ശരിയായ വഴിയും പറഞ്ഞു, ഉലൂവിന്റെ വഴിയും പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് തസാഹുലിന്റെ വഴിയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസി അത്രയധികം ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഒരു വിശ്വാസി നിരന്തരം അല്ലാഹുവിനോട് എന്ത് ചെയ്യാണ്? ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിന്. ശരിയായ വസത്തിയ്യത്തിന്റെ പാതയിൽ അല്ലാഹുവിനെ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണം എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയാണത്. അതിനുശേഷം ദീനിൽ തസാഹുല് കാണിച്ചിരിക്കുന്ന ജൂതന്മാരുടെ വഴിയിൽ നീ ഞങ്ങളെ ആക്കരുത്, അതിനെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു. ഉലൂവ് കാണിച്ച നസാറാക്കളുടെ വഴിയിൽ നീ ഞങ്ങളെ ആക്കരുത് എന്ന് പറയുന്നു. അപ്പൊ ഇത് നിരന്തരം ദുആ ചെയ്യാൻ അല്ലാഹു എന്ത് ചെയ്യാണ്? നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അതിന്റെ ഗൗരവം വളരെയധികം ഉള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതല്ല, ആ വിഷയത്തിൽ നിരന്തരം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ആ വിഷയം അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്തേക്കാം? അപകടത്തിൽപ്പെട്ടു പോയേക്കാം. ഫസുറാത്തുല്ലാഹി വാഹിദുൻ വത്വരീഖുഹു വാഹിദുൻ, അള്ളാഹുവിന്റെ സുറാത്ത് ഒറ്റ സുറാത്താണ്, ഒറ്റ വഴിയേ ഉള്ളൂ. അള്ളാഹുവിന്റെ തൃപ്തി ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ, സ്വർഗപ്രവേശനം കരഗതമാകണമെങ്കിൽ അതിലേക്കുള്ള മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ, അതിലേക്കുള്ള വഴി ഒന്ന് മാത്രമാണ്. വഅമ്മാ മാ അദാഹു മിനൽ മദാഹിബ് വന്നഹലി ഫഹിയ മുതഅദ്ദിദത്തുൻ വകസീറ, അതല്ലാത്ത മദ്ഹബുകൾ, മാർഗങ്ങൾ, അതല്ലാത്തതായ കൂട്ടായ്മകൾ, നെഹലുകൾ, ഇതെല്ലാം തന്നെ ധാരാളമുണ്ട്. ഒന്നല്ല, വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്തവകളുണ്ട്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞ പോലെ തത്തബിഉ സുബുൽ, വ്യത്യസ്ത വഴികളുണ്ട്, അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പോകരുത്. ഈ ഒറ്റ വഴിയെ നിങ്ങൾ സ്വീകരിക്കാവൂ. വഹിയ തകൂനു ഫീ ഫറാത്തിൻ ഔ ഫീ തഫരീത്തിൻ, ആ വ്യത്യസ്ത വഴികൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതെന്തായിരിക്കും? ഉലൂവായിരിക്കും, അതല്ലെങ്കിൽ തസാഹുലായിരിക്കും, വ്യത്യസ്ത മാർഗങ്ങൾ. അതിൽ നിങ്ങൾ പിന്തുടരരുത്. ഫൽഇഫ്റാത്തു യകൂനു ഫിൽ ഗുലൂവി വത്തഫരീത്തു യകൂനു ഫിൽ തസാഹുൽ. ഇഫ്റാത്ത് എന്ന് പറഞ്ഞാൽ ഉലൂവ് കാണിക്കലാണ്, ദീനിൽ എന്ത് ചെയ്യുക? അതിരുകവിച്ചിൽ കാണിക്കുക. പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പഠിപ്പിക്കാത്തതായ കാര്യങ്ങൾ വിശ്വസിക്കുക, പ്രവർത്തിക്കുക, ആചരിക്കുക, ആ മാർഗം സ്വീകരിക്കുക, അതാണ് ഉലൂവ്. തഫരീത്ത് എന്ന് പറഞ്ഞാൽ അതിൽ തസാഹുൽ കാണിക്കലാണ്, പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ തൊട്ട് എന്ത് ചെയ്യുക? പിന്നോട്ട് പോവുക, അനുഭാവം കാണിക്കുക. വഹാദിഹി സുബുലുൽ ലത്തി ഹർറന അല്ലാഹു മിൻഹാ ഹിയ മിനൽ ജാനിബൈൻ സുബുലുൽ ഗുലൂവി വത്തതറുഫി വസിയാദ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന രണ്ട് വഴികൾ. ഈ പറയുന്ന എന്താണ്
അതിര് കവിച്ചിലിന്റെയും അതേപോലെ തസാഹുലിന്റെയും വഴികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഫസ്തഖിം കമാ ഉമിർത. കൽപ്പിക്കപ്പെട്ടത് എന്താണോ താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ നിലകൊള്ളണം. ഫസ്തഖിം, താങ്കൾ നിലകൊള്ളണം, അടിയുറച്ച് നിൽക്കണം. കമാ ഉമിർത, ഏതൊന്നിനെ ആണോ താങ്കളുടെ മേൽ കൽപ്പിക്കപ്പെട്ടത് അതിന്റെ മേലെ. താങ്കൾ മാത്രമല്ല, വമൻ താബ മഅക, താങ്കളോടൊപ്പം അള്ളാഹുവിലേക്ക് മടങ്ങിയ തൗബ ചെയ്തതായ ആളുകളും ഇസ്തിഖാമത്ത് നിലകൊള്ളണം, അടിയുറച്ച് നിൽക്കണം. വലാ തത്വകൗ, എന്ത് ചെയ്യാൻ പാടില്ല, അതിര് വിട്ടുപോകാൻ പാടില്ല. നിങ്ങൾ അതിര് കടക്കരുത്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇവിടെ മുസന്നിഫ് ഹഫിളഹുല്ലാഹ് കൊണ്ടുവരുന്നത് അതിര് കവിയാൻ പാടില്ല എന്നുള്ളതിന്റെ തെളിവും അതേപോലെ തന്നെ കുറവ് ഉണ്ടാകാൻ പാടില്ല, ദീനിൽ തസാഹുൽ പാടില്ല എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവ് പറയാണ്. അതിൽ ഒന്നാമത്തേത് എന്താണ്? മുലുവാണ്. ഇവിടെ വലാത്ത തുകവു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിര് വിടാൻ പാടില്ല. പിന്നെന്ത് ചെയ്യണം? ഇസ്തിഖാമത്ത് വേണം. മുസ്തഖീമായ വഴിയിൽ എന്ത് ചെയ്യുക? അടിയുറച്ചു നിൽക്കുക എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. മുസ്തഖീമായ എന്താണോ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ താങ്കൾ അടിയുറച്ചു നിൽക്കണം. എന്ത് പാടില്ല? തുകയാൻ പാടില്ല, അതിര് കവിഞ്ഞ് പോകാൻ പാടില്ല. ഇവിടെ അമറഹും ബിൽ ഇസ്തിഖാമത്തി വനഹഹും അനിൽ ഉലുവി, സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ ഉലുവ് പാടില്ല, അതിര് കവിച്ചിൽ പാടില്ല എന്നെന്ത് ചെയ്യുന്നു? നിരോധിക്കുന്നു. വലാ തത്വഗൗ എന്ന് പറഞ്ഞാൽ അതാണ്. തുഗ്യാൻ ഹുവൽ ഖുറൂജ് അനിൽ ഹദ്ദി മിൻ ജാനിബി സിയാദ. തുഗ്യാൻ എന്ന് പറയുന്നത് അതിർത്തി വിട്ട് അപ്പുറത്തേക്ക് കടക്കലാണ്. ഏത് വർഷത്തിലൂടെ? മിൻ ജാനിബി സിയാദ, അധികരിപ്പിക്കുന്നതിന്റെ കാര്യത്തിലൂടെ. നമ്മൾ 2 വർഷമാണ് പറഞ്ഞത്. ഒന്ന് 2 വർഷങ്ങൾക്കിടയിലാണ് വസ്വത്ത്, ഒരു വർഷം എന്താണ്? സിയാദത്താണ്, അതിര് അവിടെ കടക്കലാണ്. അപ്പോ അധികരിപ്പിക്കുക എന്നുള്ളതായ ഹൈസിയത്തിൽ എന്ത് ചെയ്യുക? ദീനിൽ അതിര് കവച്ച് നടത്തുക എന്നുള്ളത് പാടില്ല. മുസ്തഖീമായ വസത്തായ വഴിയിൽ നിൽക്കണം. വഖാല ഫിൽ ആയത്തിൽ ഉഖ്റ, മറ്റൊരായത്തിൽ അല്ലാഹു ഇങ്ങനെയാണ് പറയുന്നത്, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഖാമത്ത് നിലകൊള്ളണം, സത്യത്തിന്റെ പാതയിൽ വസത്തായ മാർഗത്തിൽ നിലകൊള്ളണം. എന്നിട്ട് രണ്ടാമത് പറയുന്നത് വസ്തഗ്ഫിറൂഹു എന്നാണ്. ആദ്യം പറഞ്ഞു നിങ്ങൾ ഇസ്തിഖാമത്തോടെ നിലകൊള്ളണം, എന്ത് ചെയ്യാൻ പാടില്ല? അതിര് കവിയാൻ പാടില്ല. അത് ഗുലുവിനെ തടഞ്ഞതാണ്. അതിര് കവിയാൻ പാടില്ല എന്നുള്ളതിന് നിരോധനമാണ്. ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ ഇസ്തിഖാമത്തോടെ സത്യത്തിൽ നിലകൊള്ളണം. വസ്തഗ്ഫിറൂഹു, എന്ത് വേണം? അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യണം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇസ്തഖീമു ഇസ്തഗ്ഫിറൂഹു അനി തഖ്സീർ, പരമാവധി നിങ്ങൾ സത്യത്തിന്റെ വഴിയിൽ നിലകൊള്ളണം. എന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്തേക്കാം? മനുഷ്യന്റെ ദുർബലത, സ്വാഭാവികമായ ദുർബലതകളുണ്ടല്ലോ. മനുഷ്യർ എങ്ങനെയുള്ളവരല്ല, ഇസ്മത്തുള്ളവരല്ല, അവര് പൂർണ്ണമായും പാപങ്ങളിൽ സുരക്ഷിതരല്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കും, കുറവുകൾ ഉണ്ടാകാം, തങ്ങളുടെ ബാധ്യതകളിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കാം. ഇത് മനുഷ്യ സഹജമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പോരായ്മകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യണം, പാപമോചനം തേടണം. അല്ലാതെ പോരായ്മകൾ വരുത്താമെന്നാണോ പറയണേ? അല്ല, പോരായ്മകൾ ഉണ്ടാകാം, പക്ഷെ അത് തെറ്റാണ് പോരായ്മ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പാപമോചനം തേടണം. വഇദാ ഹസല തഖ്സീറുൻ ഫജ്ബറുഹു ബിൽ ഇസ്തിഗ്ഫാർ, അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ പരിഹരിക്കണം. ഇതെങ്ങനെയാ പരിഹരിക്കേണ്ടത്? പാപമോചനം തേടിക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഫദല്ല അലാ അന്നഹു യഹ്സുലു മിനൽ ഇൻസാനി തഖ്സീറുൻ ബിൽ ഇസ്തിഖാമ. അപ്പോൾ ഇത് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് മനുഷ്യർക്ക് എന്തുണ്ടാകാം? പോരായ്മകൾ സംഭവിക്കാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? ഇസ്തിഗ്ഫാർ കൊണ്ട് പരിഹരിക്കണം. അതങ്ങനെ വിട്ടുകളയലല്ല, പരിഹരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ വിഷയത്തിൽ ഒരു ഹദീസ്, ഇസ്തഖീമു വലൻ തുഹ്സു, നിങ്ങൾ ശരിയായ വഴിയിൽ തന്നെ നിലകൊള്ളണം. വലൻ തുഹ്സു, വലൻ തുഹ്സു എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചു. ഐ ലൻ തുഹ്സു കുല്ലമാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ച മാത്രയിൽ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണമായി ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല? സാധിക്കൂല. കുറവുകൾ ഉണ്ടാകാം മനുഷ്യന്. പക്ഷേ ആ കുറവുകളുടെ കാര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ട നിലപാടെന്താണ്? പരിഹരിക്കണം, ഇസ്തിഗ്ഫാർ കൊണ്ട് പരിഹരിക്കണം. അതുകൊണ്ട് നബി പറഞ്ഞു സദ്ദിദു വഖാരിബു, നിങ്ങൾ പരമാവധി തസ്ദീദ് എന്ന് പറഞ്ഞാൽ മഅനാഹു ഇസാബത്തുൽ ഹഖ്, സത്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. സത്യം എന്താണോ അതിനെ പരമാവധി നിങ്ങൾ മുറുകെ പിടിക്കുക. വഖാരിബു, വഖാരിബു എന്ന് പറഞ്ഞാൽ വൽ മുഖാറബത്തു അൻ തകൂന മുഖാരിബൻ ലിത്തസ്ദീദ്, ആ സത്യത്തോടെ എപ്പോഴും ചെയ്യണം,
ചേർന്ന് അതിനെ ചെയ്ത് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. فإذا كان الخطأ يسيرا فهذه مقاربة تجبر بالاستغفار. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഖതാകൾ, പിഴവുകൾ, അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഉടൻ എന്ത് ചെയ്തോളണം? ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം. തൗബത്തി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇതാണ് ഒരു വിശ്വാസം ചെയ്യേണ്ട കാര്യം. വദീനുനാ ദീനു സമാഹ. അപ്പോൾ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുടെ ദീനാണ്, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ദീനു സമാഹത്തി വറഫ്ഇൽ ഹറജി, പ്രയാസങ്ങൾ ഇല്ലാതെയാക്കുന്ന ദീനുമാണ് നമ്മളുടേത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, നിങ്ങളുടെ മേൽ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹു ഒരു പ്രയാസത്തെ നിശ്ചയിച്ചിട്ടില്ല. ശരി തന്നെയാണ്. ഫല്ലാഹു ജല്ല വഅല ജഅല ഹാദ ദീന സംഹൻ, അള്ളാഹു ദീൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിട്ടുവീഴ്ചയുടെ ദീനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. വലം യജഅൽ ഫീഹി ഹറജൻ വലം യുകല്ലിഫുനാ മാ ലാ നുതീഖ്, ഇതിൽ അള്ളാഹു പ്രയാസങ്ങൾ വെച്ചിട്ടില്ല. നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ അള്ളാഹു നമ്മോട് ചെയ്തിട്ടില്ല, നിർബന്ധിച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തസാമുഹിന്റെ ദീൻ തന്നെയാണ്, വിട്ടുവീഴ്ചയുടെ തന്നെയാണ്. വലിദാലിക ഫഇന്ന മൻ യഖ്റുജു അൻ ഹാദിഹിൽ ജാദ്ദ, അതുകൊണ്ട് ആരെങ്കിലും ഈ വസതിയായ രൂപത്തിൽ നിന്ന്, മധ്യമ രൂപത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് പോയാൽ ഫഇന്നഹു യഖഉ ഫീ അഹദിൽ ജാനിബൈൻ, അവൻ ഈ പറയുന്ന ഏതെങ്കിലും രണ്ടറ്റത്തിൽ വന്നുപെടും. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന വഴിയുണ്ട്. അത് എങ്ങനെയുള്ള വഴിയാണ്? എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ആചരിക്കാൻ പറ്റുന്നതാണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അതിലാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. ഇത് മനുഷ്യപ്രകൃതവുമാണ്, മനുഷ്യന് പറ്റുന്ന കാര്യമാണ്. ഇത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ആരെങ്കിലും ചായ്വ് കാണിച്ചാൽ അവനെന്ത് ചെയ്യും? ഈ പറയുന്ന രണ്ടാൽ ഏതെങ്കിലും ഒരറ്റത്തിൽ വന്നുപെടും. ഇമ്മൽ ഇഫ്റാത്ത് വ ഇമ്മ തഫ്രീത്ത്, ഇമ്മൽ ഇഫ്റാത്ത് വ ഇമ്മ തഫ്രീത്ത്. ഒന്നുകിൽ എന്ത് ചെയ്യും? അതിൽ കവച്ചിലിൽപ്പെടും, അതല്ലെങ്കിൽ അവിടെ പെടും, കുറവ് വരുത്തുന്ന അലംഭാവത്തിൽപ്പെടും. വക്കിലാഹുമാ മദ്മൂമുൻ, ഇത് രണ്ടും എന്താണ്? ആക്ഷേപാർഹമാണ്. വലാ യസ്ലമു ഇല്ലാ മൻ കാന അലാ ത്വരീഖിൽ വസത്തിൽ ലദീ അമറല്ലാഹു ബി, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന വസത്തായ മാർഗത്തിൽ നിലകൊള്ളുന്നവനല്ലാതെ ഇതിന് രക്ഷപ്പെടൂല. വസത്തായ മാർഗം അള്ളാഹു കൽപ്പിച്ചതാണ്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിലകൊള്ളുന്നവർക്കേ എന്നേ പറ്റൂ. ഈ രണ്ട് വശങ്ങളിലേക്ക് പോകാതെ രക്ഷപ്പെട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. വകമാ ഫി ആഖിരി സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു ഏതാണ് പറഞ്ഞത്? അള്ളാഹു അമറന അൻ നഖറഅഹ ബികുല്ലി റക്അ, എല്ലാ റക്അത്തിലും അത് പാരായണം ചെയ്യാൻ അള്ളാഹു ചെയ്യുന്നുണ്ട്, നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണം, അതിലേക്ക് നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണം. ഐ അൽ മുഅ്തദില അൽ വസത, അതായത് മുഅ്തദിലായ നീതിയുടെ വഴി, വസതായ വഴി. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അത് നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയാണ്. അതായത് പരിശുദ്ധ ഖുർആൻ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ അനുഗ്രഹിച്ച ആളുകളുടെ വഴി എന്ന് പറയുന്നുണ്ട്? ഏതാണത്? വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അനുസരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു റസൂലും പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ആരെങ്കിലും വഴിപ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരായിരിക്കും അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നിലകൊള്ളുന്നവർ. അവരാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലാകുന്നവർ. ആരാണ്? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ്. അള്ളാഹു റസൂലും പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണെന്ത്? വസത്തായ രൂപം ദീനിന്റെ, അതിൽ നിലകൊള്ളുന്നവരാണ്, അതിനനുസരിക്കുന്നവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, അവരുടെ മാർഗത്തിൽ പ്രവേശിച്ചവർ. അവരാരാണ്? അത് നബിമാരാണ്, സുദ്ദീഖുകളാണ്, സുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. അപ്പോ ഇതാണ് വസത്തായ മാർഗം. അമറന അല്ലാഹു അൻ നകൂന മഅഹും, അവരോടൊപ്പം ആകാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. വ അൻ നസീറ മഅഹും, അവരോടൊപ്പം സഞ്ചരിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. വ ഇദാ കുന്നാ മഅഹും ഫലൻ നസ്തൗഹിഷ അബദ, അവരുടെ കൂടെയാണ് നമ്മളെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുകയില്ല. ആരുടെ കൂടെയാണെങ്കിൽ? അമ്പിയാക്കളുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിലൂടെയാണ്, അവരുടെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്കെന്തുണ്ടാവില്ല? ഈ പറയുന്ന ഒരു വഹ്ഷിയത്ത് അനുഭവപ്പെടില്ല. പലപ്പോഴും ആളുകൾക്ക് ദീൻ എന്താണ്, ദീനിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ ആളുകൾ ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് മുഖേന, ദീനിന്റെ വഴികൾ സ്വീകരിക്കുന്നത് മുഖേന അവൻ ആരുടെ കൂടെ ആയിത്തീരുന്നത്? നബിമാരുടെയും സുദ്ദീഖുകളുടെയും
സുഹൃതാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും വഴിയിലാണ് ആയിത്തീരുന്നത്. അങ്ങനെയുള്ള ഒരാൾ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അവർ ഈ പറയുന്ന വഹ്ശിയത്ത് തോന്നൂല, ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അവർക്കുണ്ടാവില്ല. വഹസുന ഉലൈക റഫീഖ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവരെത്ര നല്ല കൂട്ടുകാരാണ്. ഇന്നമാ യസ്തവഹിഷു മൻ ലം യകുൻ മഅഹും, അവരുടെ കൂടെ ആര് സഞ്ചരിക്കുന്നില്ലയോ അവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, ഒറ്റപ്പെട്ടു പോകാൻ പോകുന്നത്. അവരുടെ അവസാനമാണ് മോശപ്പെട്ടു പോകാൻ പോകുന്നത്. അത് ഒരുപക്ഷെ എങ്ങനെയായിരിക്കാം, അതിൽ കവിഞ്ഞുകൊണ്ട് ഇഫ്രാത്തിന്റെ ആളുകളുടെ കൂടെ പോയിട്ട് എന്ത് ചെയ്യും, വഴിതെറ്റിപ്പോകും, ഒറ്റപ്പെടും. ഇമ്മാ ഫി ജാനിബി തഫ്രീതി മഅൽ മുതസാഹിലിയ, അല്ലെങ്കിൽ അലഭാവം കാണിക്കുന്ന തസാഹുൽ കാണിക്കുന്ന ആളുകളുടെ കൂടെ പോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ വഴിതെറ്റി ഒറ്റപ്പെട്ടു പോകും. ഇതാണ് സംഭവിക്കുക. എന്നിട്ട് മുസന്നിഫ് അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. നഹ്നു നസ്മഉൽ യൗമ കസീറൻ, നമ്മൾ ഇന്ന് ധാരാളം കേൾക്കുന്ന ഒരു പദമാണ് അത്തസാമുഹ്. ദീനിന്റെ വിട്ടുവീഴ്ചയെ സംബന്ധിച്ച്, മൃദുലതയെ സംബന്ധിച്ച്, വിശാല ഹൃദയം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ധാരാളം ആളുകൾ പറയലും കേൾക്കലുമുണ്ട്. അതുപോലെ വൽഹസ്സ അല തസാമുഹ്, ഇങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നത് നമ്മൾ കേൾക്കലുണ്ട്. വത്തർഗീബ ഫി തസാമുഹ്, അതിനു വേണ്ടിയിട്ട് ആളുകൾ ആശ ജനിപ്പിക്കുന്നു, ആളുകൾ കൂടുതൽ പ്രേരിപ്പിക്കുന്നു അതിലേക്ക്. ഫഹാദ ഫീഹി ഇജ്മാലുൻ, ഇത് ദീൻ തസാമുഹിന്റേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സംശയമില്ല. പക്ഷെ ഇങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനെ വിശദമായിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ വിച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അതല്ല എങ്കിൽ വലിയ അപകടം പറയുന്നത് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ അപകടം പറ്റും. വത്തസാമുഹു ഇൻ കാന യഅനി അന്നക തതസാമഹു ഫീ ഹുഖൂഖിക ബിഅൻ തഅഫു അമ്മൻ ളമക വതുഹ്സിന ഇലാ മൻ അസാ ഇലൈക. ഇവിടെ ഈ തസാമുഹ് കൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് ഒരാൾ നിന്റെ അവകാശങ്ങൾ കവർന്നെടുത്തു, നിന്റെ സമ്പത്ത് കവർന്നെടുത്തു, ഒരാൾ നിന്റെ അഭിമാനത്തിന് ആരെങ്കിലും ക്ഷതമേൽപ്പിച്ചു, അല്ലെങ്കിൽ നിന്റെ ശാരീരികമായി ഒരാൾ പരിക്കേൽപ്പിച്ചു, ഇങ്ങനെ നിനക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ ഒരാൾ ചെയ്തു, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അവൻ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ആളുകൾക്ക് നീ എന്ത് ചെയ്യുന്നു, അഫൂ ചെയ്തു കൊടുക്കുന്നു, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു, അവിടെ അവൻ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. ഇത് തസാമുഹുൽ മഹ്മൂദ് വൽ മത്ലൂബ്, ഇത് സ്തുത്യർഹമായ ദീൻ ആവശ്യപ്പെടുന്ന തസാമുഹാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ എന്റെ അവകാശങ്ങൾ എന്തെങ്കിലും ധ്വംസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം. ഇത് ദീൻ കൽപ്പിക്കുന്നതാണ്, ദീൻ പ്രോത്സാഹിപ്പിക്കുന്നതാണത്. എന്നാൽ അമ്മ അൻ തതസാമഹ ഫീ ശൈഇൻ മിൻ ഹുഖൂഖില്ലാഹ് ഫഹാദാ ലാ യജൂസ്, അല്ലാഹുവിന്റെ ഹക്കുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ എന്ത് ചെയ്യപ്പെടുന്നു, ലംഘിക്കപ്പെടുന്നു, ആ ഹക്കുകളുടെ കാര്യത്തിൽ നീ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് അത് ലാ യജൂസ്, അനുവദനീയമായ കാര്യമല്ല. പലപ്പോഴും ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുവരുന്നത്. ദീൻ ശരിയായി മുറുകെ പിടിക്കുന്ന ആളുകളെ തീവ്ര നിലപാടുകാരെന്നും ഒലുവിന്റെ ആളുകളെന്നും ആക്ഷേപിക്കുന്ന ആളുകൾ വരെയും അവരിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ച് പറഞ്ഞാണ്, അദ്ദേഹം തൗഹീദെല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ചില പിഴച്ച ആളുകളുടെ പിഴവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ രീതിയിൽ അദ്ദേഹം ചെയ്യും, പ്രകോപിതനാവും. അത് അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിക്കും. ചില സംഘടനകളുടെയും പിഴച്ച ആദർശത്തിലുള്ള ആളുകളുടെയും നേതൃത്വത്തിന് പറ്റിയിരിക്കുന്ന ഏതെങ്കിലും അബദ്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ, അത് ശരിയല്ല, ശരിയായ നിലപാടല്ല എന്ന് പറഞ്ഞാൽ നമ്മോട് വലിയ ദേഷ്യം വെച്ച് പുലർത്തും. വലിയ രീതിയിൽ അവർ പ്രകോപനം ഉള്ളവരായി മാറും. എന്നാൽ ഈ പറയുന്ന ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ ആക്ഷേപിക്കുന്നവർ, നബിയുടെ സ്വഹാബികളെ ചീത്ത പറയുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ കാഫിറാക്കുന്ന ആളുകൾ, അവരോട് ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ ഇവർക്ക് ഹീറോകളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നഊദു ബില്ലാഹ് വ്യഭിചാരിണികളാണെന്ന് പറയുന്ന ആളുകളെ വരെയും ഇവരെന്ത് ചെയ്യും, വലിയ ഹീറോകളായിട്ട് പ്രചരിപ്പിക്കും. അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ എന്ത് ചെയ്യും, രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ട് വലിയ കട്ടൗട്ടുകൾ വയ്ക്കും. വലിയ രീതിയിൽ അവരെ ബഹുമാനിക്കും, ആദരിക്കും.
പക്ഷെ ഇവരുടെ ഏതെങ്കിലും ഒരു നേതാവ് അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചാടി വരും, എന്നിട്ട് കഠിനമായി അവരെ ആക്ഷേപിക്കും, അവരോട് ശത്രുത വെച്ച് പുലർത്തും. കാരണം എന്താണ്? ഇവരുടെ നേതാവിനെ ചീത്ത പറഞ്ഞു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നതിന്, അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്നതിന്, സ്വഹാബികളെ പരിഹസിക്കുന്നതിന് എന്തില്ല, ഒരു പ്രശ്നവും അവർക്കില്ല. ഇത് വലിയ രീതിയിൽ എന്താണ് വ്യതിചലനം. ഈ വ്യതിചലനം എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. വ്യതിചലനം സംഭവിച്ചിരിക്കുന്ന ഏത് കക്ഷികളിലേക്ക് നോക്കിയാലും ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്ന പ്രകടമായ വ്യതിചലനത്തിന്റെ അടയാളമാണത്. അവരുടെ സ്വന്തം ഹക്കുകൾ അവർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കൂല. അവർ ആ വിഷയത്തിൽ അവർ വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കും. എൻ്റെ ഹക്ക് എന്തെങ്കിലും തകർക്കപ്പെടുന്നുണ്ടോ അവിടെ ഉടനെ ചാടിയിറങ്ങും. എന്നാൽ ദീനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹക്കുകൾക്ക് എന്തെങ്കിലും ലംഘനം വരുന്നുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യില്ല, മിണ്ടൂല. അത് അവർക്ക് പ്രശ്നമല്ല. അപ്പൊ ഇതല്ല യഥാർത്ഥത്തിൽ എന്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന തസാമുഹതല്ല. നമ്മുടെ അവകാശങ്ങൾ എന്തെങ്കിലും തകർക്കപ്പെട്ടാൽ, കവർന്നെടുക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, വിട്ടുവീഴ്ച ചെയ്യാം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ദീനിയായ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ ഹക്കുകളിൽ എന്തില്ല, വിട്ടുവീഴ്ചയില്ല. ഏതുപോലെ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഉദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, വലിയ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ട്. വയുതകല്ലമു ഫീ ഹഖ്ഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കിൽ ധാരാളം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ട്, നബിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ടുണ്ട്, സാഹിർ എന്ന് വിളിച്ചിട്ടുണ്ട്, വലിയ രീതിയിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അപ്പോഴെല്ലാം വകാന യഅഫു വയസ്മഅ, നബി എന്താണ് ചെയ്തത്, വിട്ടുവീഴ്ച ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവർക്ക് തസാമുഹ് കാണിച്ചു. എന്നാൽ ലാകിൻ ഇദൻ തുഹികത് ഹുറുമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഹുറുമാത്തുകൾ എവിടെയായിരുന്നോ ലംഘിക്കപ്പെടുന്നത്, ഫഇന്നഹു യഗ്ദബു ലില്ലാഹി അസ്സ വജൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അവിടെ വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹുഖൂഖുകൾ എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് വേണ്ടി കോപിക്കുമായിരുന്നു, ശക്തമായ നിലപാട് സ്വീകരിക്കുമായിരുന്നു. വലാ യതസാമഹു ഫീ ഷൈഇൻ മിൻ ദാലിക്, അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ചെയ്യുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നില്ല. لأن التسامح لا يكون في حقوق الله جل وعلا, കാരണം ഈ പറയുന്ന തസാമുഹ്, ഈ പറയുന്ന വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അതെവിടെയല്ല, അള്ളാഹുവിന്റെ ഹക്കുകൾ ലംഘിക്കപ്പെടുന്നിടത്തല്ല. അതവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ, അത് പ്രശ്നമില്ല, നമുക്ക് ഒന്ന് ഒതുക്കി കൊടുക്കാം, അതല്ല. അവിടെ എന്തില്ല, വിട്ടുവീഴ്ചയില്ല. لأن التسامح لا يكون في حقوق وإنما يكون التسامح في حق المخلوق, മഖ്ലൂഖിങ്ങളുടെ കാര്യത്തിലാണ്. എൻ്റെ വിഷയത്തിൽ എനിക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു, എൻ്റെ ഹക്കുകൾ എന്തെങ്കിലും, എന്നെ ഒരാൾ അടിച്ചു, എന്നെ ഒരാൾ ചീത്ത പറഞ്ഞു, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വിട്ടുവീഴ്ച ചെയ്യാം. ഇതാണ് യഥാർത്ഥത്തിൽ ദീൻ ഉദ്ദേശിക്കുന്ന തസാമുഹ്. ദീനിന്റെ കാര്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കാണിക്കുന്ന അലംഭാവമല്ല. കസീറും മിൻഹുൽ ആൻ യുരീദു മിൻക അല്ലാ തതസാമഹ ഫി ഹുഖൂഖിക്, എന്നാൽ പലപ്പോഴും ആളുകൾ, നമുക്കറിയാം, ധാരാളം തെളിവുകൾ കാണും, നമ്മുടെ അവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചാൽ ആളുകൾ വന്ന് പറയും, നീ എന്തിനാ മിണ്ടാതിരിക്കുന്നത്, നിന്റെ അവകാശമല്ലേ അത്, നിനക്ക് അവനോട് ചോദിച്ചുകൂടെ, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെ ബന്ധപ്പെട്ടുകൂടെ, നിങ്ങളുടെ അവകാശങ്ങൾ അവർ നേടിയിട്ട് തരും. ഇപ്പോൾ ഏതെങ്കിലും നാടുകളിൽ ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് കൂട്ടിക്കോ, ആളുകളെ പരസ്പരം ഭിന്നിപ്പിക്കാനായിരിക്കും ചെയ്യുക ഇസ്ലാമികേതര പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ ശ്രമിക്കുക, മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ച് ഭിന്നിപ്പുണ്ടാക്കുക, അങ്ങനെ അവരുടെ പക്ഷത്തേക്ക് ഒരാൾ അളർത്തിയെടുക്കുക. അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരാൾ അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, അപ്പൊ രണ്ട് കക്ഷികളാണ് എന്ത് ചെയ്യും, ചാടി വരും, എന്നിട്ട് ഓരോ ഭാഗത്ത് കൊടുക്കും. എന്നിട്ട് അതിന് വിട്ടുവീഴ്ച ചെയ്യരുത്, കേസുമായിട്ട് പോകണം, എപ്പോഴും വിദ്വേഷത്തിൽ നിലനിൽക്കണം എന്നാണ് അവരാഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ ഹക്കുകൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടാൽ വ്യക്തിപരമായതാണ് എങ്കിൽ അതിന് വിട്ടുവീഴ്ച കൊടുക്കരുത് എന്ന് എന്ത് ചെയ്യും, ആളുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കസീറും മിൻഹുൽ ആൻ യുരീദു മിൻക അല്ലാ തതസാമഹ ഫീ ഹുഖൂഖിക്, നിന്റെ ഹക്കുകളുടെ കാര്യത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നാണ് ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നത്. വാൻ തതസാമഹ ഫീ ഹുഖൂഖില്ല, എന്നിട്ട് അള്ളാഹുവിന്റെ ഹക്കുകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിട്ടുവീഴ്ച കൊടുക്കണം, ചെയ്യണം. അത് ദീനിന്റെ കാര്യമല്ലേ, അത് നീ നിന്റെ സ്വകാര്യമായിട്ട് കണ്ടാൽ മതി, അത് നീ എന്ത് ചെയ്യേണ്ടതില്ല, മറ്റുള്ളവരോട് പ്രകടിപ്പിക്കേണ്ടതില്ല, അത് നീ പരസ്യമാക്കേണ്ടതില്ല, അതിൽ നീ വിട്ടുവീഴ്ച ചെയ്യ് എന്നാണ് അവർ പറയുക. വഹാദാ ഖിലാഫു മാ അമറ ബിഹില്ലാഹു ജല്ല വഅല, അല്ലാഹു കൽപ്പിച്ചതിന് നേരെ വിപരീതമാണിത്. ഫഹുഖൂഖുല്ലാഹി ലാ യതസാമഹ്, അല്ലാഹുവിന്റെ ഹുഖൂഖുകൾ ലാ യതസാമഹ്, അവിടെ അതിലെന്തില്ല,
വിട്ടുവീഴ്ച ചെയ്യപ്പെടുക എന്നുള്ളതില്ല. അൻ ഷൈഇൻ മിൻഹാ മഅ അഹദിൻ, അതിൽ ആരോടും എന്തില്ല, വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയില്ല. കായിനം മങ്കാൻ, അത് എത്ര വലിയ മനുഷ്യനാകട്ടെ, ഏതൊരാളാകട്ടെ. ലിഅന്ന ദാലിക ഫിൽ മുദാഹന, കാരണം അതെന്താണ്, മുദാഹനയിൽപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ച, പരിശുദ്ധ ഖുർആൻ പാടില്ല എന്ന് പറഞ്ഞ് മുദാഹനയിൽപ്പെട്ടതാണത്. ദീനിന്റെ കാര്യത്തിലുള്ളതായ തസാമുഹ്. അള്ളാഹു പറഞ്ഞു വദ്ദു ലൗ തുദ്ഹിനു ഫയദ്യുദ്ഹിനൂൻ. നബിയെ, ആ കുഫാറുകൾ അവരുടെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? അവർ താങ്കളൊന്ന് അയഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദീനിന്റെ കാര്യത്തിൽ താങ്കളൊന്ന് അയവ് കാണിക്കണം, അതിനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ താങ്കളൊന്ന് അയവ് കാണിച്ചാൽ ഫയദ്യുദ്ഹിനൂൻ, അവർ പിന്നെ താങ്കളൊന്നും ചെയ്യില്ല, അവർ വിട്ടുവീഴ്ച ചെയ്യും. അവർ താങ്കളെ ഉപദ്രവിക്കുകയില്ല, താങ്കളെ ആക്ഷേപിക്കുകയില്ല, താങ്കളുടെ പാട്ടിന് വിടും. ദീനിന്റെ കാര്യത്തിൽ താങ്കൾ എന്ത് ചെയ്യണം? ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധരാകണം. ഇതിന് ഉദാഹരണത്തിൽ എന്താ പറയണേ? അള്ളാഹുമായുള്ള ബന്ധപ്പെട്ട ഹുക്കൂക്കുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക? ഒരു അലസത കാണിക്കുക, അതിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശരിയായ ശക്തമായ നിലപാട് സ്വീകരിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്, വഇൻ കാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറ. നബിയെ, അവർ താങ്കളെ ഫിത്നയിലാക്കാൻ അടുത്തിട്ടുണ്ട്, ഫിത്നയിലാക്കുമാറായിട്ടുണ്ട്. അനില്ലദീന ഔഹൈനാ ഇലൈക, താങ്കളുടെ മേൽ നാം വഹ്യ് നൽകിയിരിക്കുന്നതായ കാര്യത്തെ സംബന്ധിച്ച്, അതായത് താങ്കൾ ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുമാറാക്കാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്? പരിശ്രമിക്കുന്നുണ്ട്. ശരിയായ വഴിയിൽ നിന്ന് താങ്കൾ എന്ത് ചെയ്യണം? തെറ്റിച്ചു കളയണം. അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണത്? ലിതഫ്തരി അലൈനാ ഗൈറ, താങ്കൾ നമ്മുടെ മേൽ എന്ത് ചെയ്യുക? വ്യാജമായ രീതിയിൽ കളവുകൾ പറയുക, അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. വഇദൽ ലത്തഖദൂക ഖലീല, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർ താങ്കൾ എന്ത് ചെയ്യും? ഖലീലായി സ്വീകരിക്കും. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ താങ്കൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് മുഖേന താങ്കളെ പരീക്ഷണത്തിൽ അകപ്പെടുത്താൻ, ശരിയിൽ നിന്ന് തെറ്റിക്കാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്? പരിശ്രമിക്കുന്നുണ്ട്. ദീനിന്റെ കാര്യത്തിൽ താങ്കൾ എന്ത് ചെയ്യണം? കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ വഇദൽ ലത്തഖദൂക ഖലീല, അവർ താങ്കൾ എന്താക്കും? ഖലീലായി സ്വീകരിക്കും, ഉറ്റമിത്രമാക്കി സ്വീകരിക്കും. വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞ കാര്യമാണിത്. നാം താങ്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നില്ല എങ്കിൽ, താങ്കളുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ താങ്കൾ വരെയും അവരിലേക്ക് ചെറുതായിട്ട് എന്ത് ചെയ്തേക്കാം? ചാഞ്ഞു പോയേനെ. കാരണം ഇത് വളരെ സുന്ദരമായ ഒരു ആശയമായിട്ട് ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകളുമായി കൂടി ജീവിക്കുമ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ താങ്കൾക്ക് വരെയും ആ വിഷയത്തിൽ എന്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു? ചെറിയൊരു ചായ്വ് അവരിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു, നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ. അങ്ങനെ സംഭവിച്ചാൽ ഇതല്ല ദുനിയാവിലും ആഖിറത്തിലും ശക്തമായ വേദനിപ്പിക്കുന്ന ശിക്ഷ നാം താങ്കൾക്ക് എന്ത് ചെയ്യുമായിരുന്നു? നൽകുമായിരുന്നു. അങ്ങനെ താങ്കൾ വിട്ടുവീഴ്ച കാണിച്ചിരുന്നുവെങ്കിൽ പിന്നീട് താങ്കൾക്ക് യാതൊരു സഹായം ഉണ്ടാകുമായിരുന്നില്ല എന്ന് അള്ളാഹു ആരെ കുറിച്ചാണ് പറയണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അപ്പം നല്ല ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് വലിയ രീതിയിൽ ശുഭാത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ നഹല്ലാഹു റസൂലഹു വതവഅദഹു, അള്ളാഹു നബി വിലക്കുകയാണ്, താക്കീത് നൽകുകയാണ്, ശക്തമായ താക്കീത്. അയ്യതനാസല അൻ ഷൈഇൻ മിൻ ഹാദ ദീൻ, ഈ ദീനിന്റെ കാര്യത്തിൽ ഒരു എന്ത് ചെയ്യുക? താഴേക്ക് ഇറങ്ങി നിൽക്കല്, അവകാശങ്ങൾ, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ എന്ത് ചെയ്യുക? അതിലൊരു വിട്ടുവീഴ്ച കാണിക്കല്, അത് ശക്തമായി തടയുന്നു എന്ന് മാത്രമല്ല താക്കീത് നൽകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ജനങ്ങളുടെ തൃപ്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ജനങ്ങളെല്ലാവരും നമ്മളെ സ്വീകരിക്കണം, അവരെല്ലാവരും നമ്മെ പ്രോത്സാഹിപ്പിക്കണം, അവരെല്ലാവരും നമ്മെ ഇഷ്ടപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനെ അള്ളാഹു വിലക്കുകയാണ്. കാരണം ദീനിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ നീ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുകയും കുറവ് വരുത്തുകയും ചെയ്താൽ, അല്ലെങ്കിൽ ദീനെ തൊട്ട് പൂർണ്ണമായിട്ടും നീ മാറി നിന്നാൽ, റബു അൻക, അവർക്ക് നിന്നെ നല്ല ഇഷ്ടമായിരിക്കും, തൃപ്തിയായിരിക്കും. പക്ഷെ എന്താണ് സംഭവിക്കുക? അള്ളാഹു നിന്റെ മേൽ കോപിക്കും എന്നുള്ളതാണ് വസ്തുത. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചെയ്യുന്നുണ്ട്, ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, മനിൽ തമസലിദല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിയെ ആരെങ്കിലും തേടിയാൽ ബിസഖത്തിന്നാസ്, ജനങ്ങളെ കോപിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ഈ കാര്യം ഞാൻ ചെയ്യാണ്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ഈ കാര്യം, അള്ളാഹു പഠിപ്പിച്ചതാണ് ഈ കാര്യം
ഇത് ഞാൻ നിർവഹിക്കും. ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല, കുടുംബക്കാരിൽ എന്നെ ഒറ്റപ്പെടുത്തിയേക്കും, നാട്ടുകാർ എന്നെ ചീത്ത പറഞ്ഞേക്കും, വലിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കും, ചിലപ്പോൾ തീവ്രവാദിയാണെന്ന് വിളിക്കും ആളുകൾ, ശക്തമായ നിലപാടിന്റെ ആളാണ് എന്ന ആളുകൾ വിളിച്ചേക്കും. അപ്പോൾ ജനങ്ങളുടെ എന്ത് ചെയ്യുന്നു, തൃപ്തിയാണ് ഒരാൾ തേടിപ്പോകുന്നത്. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റിളയാണ് ഒരാൾ തേടുന്നത്. ജനങ്ങൾ കോപിച്ചോട്ടെ എന്ന് കരുതി, ജനങ്ങൾ കോപിച്ചോട്ടെ കുഴപ്പമില്ല, എനിക്കെന്ത് എന്ത് മതി, അള്ളാഹുവിന്റെ തൃപ്തി മതി എന്നാരെങ്കിലും വിചാരിച്ചാൽ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന് എന്ത് ചെയ്യും, തൃപ്തിപ്പെടും. ജനങ്ങളെ അവനിൽ തൃപ്തിയുള്ളവനാക്കുകയും ചെയ്യും അള്ളാഹു. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ഇത് ലോകത്ത് മുഴുവൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ഇന്നോളം ഉള്ള ചരിത്രം പഠിപ്പിക്കുന്ന കാര്യമാണിത്. ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആര് വിട്ടുവീഴ്ച ചെയ്തുവോ അവരൊന്നും ചരിത്രത്തിൽ എന്തില്ല, പ്രശംസൻ അർഹിക്കാവുന്ന ആളുകളല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ കോപം വാങ്ങിയാലും അവരുടെ ആക്ഷേപങ്ങൾ വാങ്ങിയാലും സത്യത്തിൽ ആരും അടിയുറച്ചു നിന്നുവോ അവരുടെ എല്ലാ ചരിത്രങ്ങളിൽ നിന്നെന്താണ് സ്മരിക്കപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് നബി പറഞ്ഞു, ഓമനിൽ തമസജബന്നാസ്, ജനങ്ങളുടെ ഇഷ്ടമാണ് ആരെങ്കിലും തേടി പോകുന്നത് എങ്കിൽ അള്ളാഹുവിനെ കോപിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദേഷ്യം കരഗതമാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ സഖത്ത് അല്ലാഹു അലൈഹി വഅസ്ഖത അലൈഹിന്നാസ്, അള്ളാഹുവിനോട് കോപിക്കും, ജനങ്ങളുടെ കോപവും അവന്റെ മേൽ എന്ത് ചെയ്യും, അള്ളാഹു ഉണ്ടാക്കി തീർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിന്റെ ഹുക്കൂക്കുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് അവർക്ക് ചേർന്ന പരിപാടിയല്ല. ഞങ്ങൾ തസാമുഹിന്റെ ആളാണ്, വിട്ടുവീഴ്ചയുടെ ആളാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ദീനിയായിട്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതാണോ അതിലെന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. മാത്രമല്ല പലപ്പോഴും ഈ വിഷയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ പരിഹാസത്തിലേക്കും കളിയാക്കലുകളിലേക്കും കുഫർ വരെയും സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകലുണ്ട് പലപ്പോഴും. ഇത് വലിയ സൂക്ഷ്മതയോടെ പാലിക്കുകയും ചെയ്യണം. നമ്മൾ ദീനിയായിട്ട് പല കാര്യങ്ങളും സ്ഥിരപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, കളിയാക്കും. ഒരാള് നമ്മൾ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം, കൽപ്പനകൾ നിറവേറ്റണം. ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിലും അവൻ എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. ചിലപ്പോൾ എന്തെങ്കിലും ദുർബലതകൾ ഒരാൾക്ക് ഉണ്ടായേക്കാം, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക. അതിനപ്പുറത്ത് ദീൻ പാലിക്കുന്ന ആളുകളെ കളിയാക്കുക, പരിഹസിക്കുക എന്ന് പറയുന്നത് എന്താണ്, തീർത്തും ഒരു കാരണവശാൽ മുഅ്മിനിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല അഹ്ലുസ് സുന്നയുടെ ഉലമാക്കളെ ഏകോപിച്ച കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആക്ഷേപിക്കുക. അള്ളാഹുവിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ശരീഅത്തിലെ ഏതെങ്കിലും ഒരു നിയമത്തെ ആരെങ്കിലും പരിഹസിച്ചാൽ അതിനെ ഇൻകാർ ചെയ്യുകയും കളിയാക്കുകയും ചെയ്താൽ കുഫ്ർ സംഭവിക്കുന്നതാണ്. വലിയ ജാഗ്രതയും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ വിഷയത്തിൽ പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതിനാലാണ് വലിദാലിക ശറഅ അല്ലാഹുൽ ജിഹാദ് ഫീ സബീലി, അള്ളാഹു ജിഹാദ് നിയമമാക്കിയതിന് വേണ്ടിയിട്ടാണ്, അത് സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ശറഅൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണമെന്ന് അള്ളാഹു എന്തിനാ കൽപ്പിച്ചത്, ഇതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഓരോ ആളുകളും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. എന്തിനാണ് ആളുകൾ നന്മ കൽപ്പിക്കാൻ പോകുന്നത്, തിന്മ തടുക്കാൻ പോകുന്നത് എന്തിനാണ്? ഓരോ ആളുകളും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണോ അള്ളാഹു ആഗ്രഹിക്കുന്നതല്ല. ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ ഹക്കുകൾ ലംഘിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതിനാലാണ് ജിഹാദ് നിർബന്ധമാക്കിയത്. അതുപോലെ നന്മ കൽപ്പിക്കലും തിന്മ തടയലും നിയമമാക്കിയതും അതിനു വേണ്ടിയിട്ടാണ്. വശറഅൽ ഹുദൂദ് അലൽ ജറായിം, പാപങ്ങൾക്ക് ഹദ്ദുകൾ ഏർപ്പെടുത്തിയാൽ അതിന് വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്താല് മോഷണം നടത്തി അവരെ കൈവെട്ടണമെന്ന് നിയമമാക്കിയതിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന അള്ളാഹുവിനോടുള്ള ഹക്ക് സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. വലം യഅ്മുർ ബിത്തസാമുഹി ഫിഹാ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തില്ല, തസാമുഹ് ഇല്ല. മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവനക്ക് എന്ത് ചെയ്യാം, തസാമുഹ് ചെയ്യാം. പക്ഷെ അള്ളാഹുവിന്റെ ഹക്കാണോ, ആ ഹക്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, വിട്ടുവീഴ്ച ചെയ്യപ്പെടാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അഹ്ലകല്ലദീന ഖബലകും അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിമു ശരീഫ് തറക്കൂ. നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിച്ച ഒരു കാര്യം നബി പഠിപ്പിക്കുകയാണ്. അവരിൽ മന്യന്മാരായ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ മോഷ്ടിച്ചാൽ തറക്കൂ, അവര് വെറുതെ വിടും, അവർക്ക് ശിക്ഷ നടപ്പിലാക്കുകയില്ല. അതായത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവന്റെ
കൈ മുറിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനുള്ള ഹക്കാണ്, സൃഷ്ടികൾക്കുള്ള ഹക്കല്ല. ആ പണത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നുള്ള ആരുടെ ഹക്കാണ്? അത് മനുഷ്യന്മാർക്കുള്ള ഹക്കാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, എനിക്ക് ഞാൻ പണം വേണ്ട, നീ അത് എടുത്തു എന്ന് പറയാൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. പക്ഷെ മോഷ്ടിച്ചവന്റെ മോഷണം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ മേലുള്ള ഹദ് നടപ്പിലാക്കുക എന്നുള്ളത് അത് ആർക്കുള്ള ഹക്കാണ്? അള്ളാഹുക്കുള്ള ഹക്കാണ്. അതിലാര് പറഞ്ഞാലും എന്തില്ല, വിട്ടുവീഴ്ചയില്ല. വഇദാ സറഖ ഫീഹിം ദഈഫ്, എന്നാൽ അവരിൽ ദുർബലരായ ആളുകൾ മോഷ്ടിച്ചാൽ അഖാമു അലൈഹിൽ ഹദ്, അവരുടെ എന്ത് ചെയ്യും, പേരിൽ അവരുടെ മേൽ ഹദ് നടപ്പിലാക്കുമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈമുല്ലാഹ് ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ഞാൻ അവളുടെ കൈ എന്ത് ചെയ്തിരിക്കും, ഛേദിച്ചിരിക്കും. കാരണം അത് അള്ളാഹുവിനുള്ള അവകാശമാണ് എന്നുള്ളതിനാലാണ്. അപ്പോൾ ഫലാ തുസാമഹു ഫി ഹുദൂദില്ലാഹി വ ഹുഖൂഖില്ലാഹ്, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഹദ്ദുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അള്ളാഹുവിന്റെ ഹക്കുകൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെയൊന്നുമില്ല, വിട്ടുവീഴ്ചയില്ല. ഫത്തസാമുഹുൽ മത്ലൂബ്, എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നമ്മോട് തേടുന്ന തസാമുഹ് എന്താണ്, വിട്ടുവീഴ്ച എന്താണ്? വത്തസാമുഹു ഫീമാ ബൈനൻ നാസി ഫി ഹുഖൂഖിഹിം ഹും വകമാ ദക്കർനാ, അത് അവർ തമ്മിലുള്ള ഇടപാടുകളിൽ ഉണ്ടാകുന്ന അവരുടെ ഹക്കുകളാണ്. എൻ്റെ എന്തെങ്കിലും ഒരാൾ മോഷ്ടിച്ചു അല്ലെങ്കിൽ എന്നെ പറ്റിച്ചെടുത്തു, എനിക്കെന്ത് ചെയ്യാം, അതിന് അവന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് മോഷണം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഹദ് നടപ്പിലാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെതാണ്, അത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്ത്, കൊല ചെയ്ത ആളുടെ ബന്ധുക്കൾക്ക് വിട്ടുവീഴ്ച, അത് ബന്ധുക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. ഇത് കൊല ചെയ്യപ്പെട്ടയാളുടെ ബന്ധുക്കളുടെ അവകാശമാണ് തിരിച്ചെന്ത് ചെയ്യുക, അവനെ കൊല്ലുക എന്നുള്ളത്. അതെന്ത് ചെയ്യാം, ബന്ധുക്കൾക്ക് ചെയ്യാവുന്ന അവകാശം, അവരുടെ മാനം കാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലെ സ്വസ്ഥത നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന അവകാശമാണ്. അതിന് അവർക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. അത് അപ്പോൾ പറഞ്ഞു വന്നതുപോലെ ഷേഖ് പറയുകയാണ്, തീവ്രമായ നിലപാടുകളെ, അതിര് കവിച്ചിലിനെ ഇൻകാർ ചെയ്യപ്പെടുന്നത് പോലെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പറയുന്നതായ തസാഹുലിന്റെ കാര്യത്തെയും ഇൻകാർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിക്കൊണ്ട്. കാരണം ഇന്ന് സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തസാഹുലിന്റെ കാര്യത്തിൽ അലംഭാവം പെട്ട് പലപ്പോഴും ആളുകൾ ദീനിനെ വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ആളുകൾ അധാർമികമായ മൂല്യച്യുതികൾ ധാരാളം ചെയ്യും, സമൂഹത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് മുതദ്ദിഫീങ്ങൾ, തീവ്രവാദികളായ ആളുകളെ എങ്ങനെയാണോ നാം എതിർക്കേണ്ടത് അതിന് തുല്യമായി അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് എന്ത് ചെയ്യണം, തസാഹുൽ കാണിക്കുന്ന ആളുകളെ എന്ത് ചെയ്യേണ്ടതുണ്ട്, എതിർക്കേണ്ടതുണ്ട്. ഈ തസാമുഹിന് വേണ്ടിയിട്ട് സാധാരണ ആളുകൾ പറയുന്ന ഒരു തെളിവാണ് അദ്ദീനു സംഹുൻ, ദീൻ വിട്ടുവീഴ്ചയുടേതാണ് എന്നവർ പറയുന്നുണ്ട്. ഷെയ്ഖ് പറയണം, അതെ, നഅം അദ്ദീനു സംഹുൻ ഫി തശ്രീഅതിഹി, ദീൻ എന്താണ്, സംഹാന് വിട്ടുവീഴ്ചയുടേതാണ്. ഏത് കാര്യത്തിലാണ്? അതിന്റെ നിയമം നിർമ്മിച്ചിരിക്കുന്ന കാര്യത്തിൽ. ഇസ്ലാം വളരെ എന്താണ്, വിട്ടുവീഴ്ചയോടെയാണ് നിയമങ്ങൾ നൽകിയിരിക്കുന്നത് വിശ്വാസികൾക്ക്. വലൈസ സംഹൻ ഫി അന്നക തദ്റുഖു വ തദ്റുഖു ശൈഅൻ മിൻ, ആ നിയമമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലല്ല എന്ത്, തസാമുഹുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമത്തെ നൽകിയിരിക്കുന്നു, ശരീഅത്തിനെ വളരെയധികം മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ, അനുയോജ്യമായ നിലയിൽ അതിനെ ചെയ്തിരിക്കുകയാണ്, ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. എത്രത്തോളം എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ യാതൊരു പ്രയാസവും ആർക്കും വച്ചിട്ടില്ല. എന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആളുകൾക്ക് അല്ലാഹു ചെയ്തിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്. ഒരാൾ യാത്രയിലാണ് അല്ലെങ്കിൽ രോഗിയാണ്, അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല, ഇസ്ലാം നൽകുന്ന വിട്ടുവീഴ്ചയാണ്. നോമ്പ് പിന്നീട് എന്ത് ചെയ്താൽ മതി, പിടിച്ചു വിട്ടിയാൽ മതി. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2ആയി ചുരുക്കാം യാത്രക്കാരനാണ് എങ്കിൽ, അല്ലെങ്കിൽ 2 നമസ്കാരങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നമസ്കരിക്കാനുള്ള ഇളവ് അല്ലാഹു ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ഇങ്ങനെ നിയമം നൽകുന്ന കാര്യത്തിൽ അല്ലാഹു ചെയ്തിട്ടുണ്ട്, തസാമുഹ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിയമത്തെ ഉപേക്ഷിക്കുന്നതിലല്ല ഈ പറയുന്ന തസാമുഹ്. ഏത് കാര്യമാകട്ടെ, ദീനിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിലനിർത്തുക, അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളതിനാണ് യഥാർത്ഥത്തിൽ എന്ത്, തസാമുഹ് പഠിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ മുസന്നിഫ് ഹഫിളഹുള്ളയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അതിലൊരു ചോദ്യം ഇപ്രകാരമാണ്: കുല്ലു മിനൽ മുതശദ്ദിദീൻ വൽ മുതസാഹിലീൻ യദ്ഉന അൽ വസതിയ്യ
യദ്ദഊന അൽ-വസതിയ്യ ഫമാ അലാമത്തുൽ വസതിയ്യ. നമ്മൾ വസതിയ്യായ മാർഗത്തിൽ നിലകൊള്ളണമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ മുതശദ്ദിദീങ്ങളായ ഗുലൂബിന്റെ ആൾക്കാർ, അതിൽ കവിയുന്ന ആളുകളും വാദിക്കുന്നു. അതേപോലെ തന്നെ മുതസാഹിലീങ്ങളായ ആളുകൾ, അലംഭാവത്തിന്റെ ആളുകളും വാദിക്കുന്നത് ഞങ്ങളുടേതാണെന്ത് വസതിയ്യത്തായ മാർഗം എന്നാണ് അവലംബി പറയുന്നത്. അപ്പോൾ ഈ വസതിയ്യത്തിന്റെ അടയാളം എന്താണ് എന്നുള്ളതാണ് ഷെയ്ഖിനോട് ചോദിച്ചത്. അവിടുന്ന് പറഞ്ഞു തമസ്സുക് ബിൽ കിതാബി വസ്സുന്ന, കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക, അതാണ് വസതിയ്യത്ത്. അൽ വസതിയ്യത്തു ലൈസത് ദഅവ. വസതിയ്യത്ത് എന്ന് പറഞ്ഞാൽ കേവലം എന്തല്ല, വാദങ്ങളല്ല. ഇന്നമൽ വസതിയ്യത്തു ഹഖീഖ. വസതിയ്യത്ത് എന്നുള്ള യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നതാകണം, യാഥാർത്ഥ്യമാകണം. ഫമൻ കാന യസീറു അലാ മാ യദുല്ലു അലൈഹിൽ ഖുർആനു വസ്സുന്ന. ഖുർആനും സുന്നത്തും അറിയിക്കുന്നതിന്റെ മേൽ ആരാണോ സഞ്ചരിക്കുന്നത്, ഫഹാദാ ഹുവല്ലദീ അലൽ വസതിയ്യ, അവനാണ് യഥാർത്ഥത്തിൽ വസതിയ്യത്തിൽ നിലകൊള്ളുന്നവൻ. അമ്മല്ലദീ യസ്തബിഉൽ അഫ്റാദ വൽ ഫിറഖ വൽ ജമാഅത്ത്. എന്നാൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകളെ പിന്തുടരുന്നു, അവരുടെ അഭിപ്രായങ്ങളെ, അല്ലെങ്കിൽ ഏതെങ്കിലും പിഴച്ചിരിക്കുന്നതായ ഫിർഖുകളെ, സംഘങ്ങളെ, സംഘടനകളെ, അത് ദീനിൽ നിന്ന് വ്യതിചലിച്ചവരായിരിക്കും. ചിലപ്പോൾ ദീനിൽ വ്യതിചലിച്ചിലായിരിക്കില്ല, പക്ഷെ എന്തായിരിക്കും, ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവും. ചില ഉലമാക്കൾക്ക് തന്നെ ഉണ്ടാവും. ദീനിൽ മൊത്തത്തിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിക്കുന്ന ആശയങ്ങൾ അതായിരിക്കൂല. ചിലപ്പോൾ ഏതെങ്കിലും ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാകാം, ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അവർ അഹ്ലുസുന്നയിൽപ്പെട്ടവർ തന്നെയായിരിക്കും. പക്ഷെ അതിനെ പിന്തുടരുക എന്നുള്ളതല്ല എന്ത് വസത്തായ രൂപം, അതല്ല. ഫഹുവ ളായിഉൻ വമുൻഹരിഫുൻ അൻ ത്വരീഖിസ് സ്വവാബി വഅൻ ത്വരീഖിൽ വസതിയ്യ. ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്, അത് ശരിയായ വഴിയിൽ നിന്ന് തെറ്റുന്ന ഇൻഹിറാഫിന്റെ, വ്യതിചലനത്തിന്റെ പാതകളാണ്. അതെന്തല്ല, വസതിയ്യത്തല്ല എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, മാദാ തഖൂലു ലിമൻ യഖൂൽ അൽ അമലു ബിസ്സുന്നത്തി തശദ്ദുദുൻ ഫിദ്ദീൻ. സുന്നത്ത് വളരെ ശക്തമായി മുറുകെ പിടിക്കുന്നത് ദീനിൽ കാഠിന്യം കാണിക്കലാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഷെയ്ഖ് പറഞ്ഞത് ളിയാഉ സുന്നത്തി ഹുവൽ ഹലാക്ക്. ആരാണോ സുന്നത്തിനെ വിടുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ വിട്ടുകളയുന്നത് ആരാണോ, അത് ഹലാക്കാണ്, നാശമാണ്. അമ്മൽ അമലു ബിസ്സുന്നത്തി ഫഹാദാ ത്വരീഖുൻ നജാ. എന്നാൽ സുന്നത്ത് കൊണ്ട് അമൽ ചെയ്യുന്നതാണെന്ത് യഥാർത്ഥത്തിൽ വിജയിക്കാനുള്ളതായ വഴി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ധാരാളം ഖിലാഫുകൾ എന്ത് ചെയ്യും, കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗം പിന്തുടരുക എന്നുള്ളതാണ്, അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തമസ്സകൂ ബിഹാ വഅദു അലൈഹാ ബിന്നവാജിസ്. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. വയ്യാക്കും മുഹ്ദസാത്തിൽ ഉമൂർ. ശേഷം വന്ന ആളുകൾ പുതുതാക്കി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അങ്ങനെ ഉണ്ടാക്കിയ കാര്യങ്ങൾ ബിദ്അത്തുകളാണ്, അത് വഴികേടിലുമാണ്. ഫലൈസ ഹാദാ തശദ്ദുദൻ. അപ്പോൾ എന്തല്ല ഈ പറയുന്ന സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് എന്തല്ല, തശദ്ദുദല്ല ഒരിക്കലും. ഇന്നമാ ഹുവ തമസ്സുഖുൻ വഅ്തിസാമുൻ ബിൽ കിതാബി വസ്സുന്ന. അത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കലാണ്. വഹാദാ ഹുവ ത്വരീഖുസ് സലാം. അതാണ് സുരക്ഷിതമായ വഴി എന്നുള്ളത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജനങ്ങൾ വഴിതെറ്റുന്ന, ഫിത്ന വ്യാപിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത വഴി, രക്ഷയുടെ വഴി ഒറ്റ വഴിയാണ്. ഏതാണ് ഈ പറയുന്ന അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഏതൊരു വഴിയിലാണോ നിലകൊണ്ടത് അത് മുറുകെ പിടിക്കണമെന്നുള്ളതാണ്. അത് തശദ്ദുദാണെന്നല്ല ആര് പറയുന്നത്, നബി പഠിപ്പിക്കുന്നത്. അത് മുറുകെ പിടിക്കലാണെന്ത് ശരിയായ വഴി, അത് തീവ്രമായ നിലപാടല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുത്തിരിക്കുന്നതായ നിർദ്ദേശം. ഇതാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം. 2-3 പേജുകൾ നമുക്ക് വായിക്കാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലും നമുക്ക് സംസാരിക്കാം. അല്ലാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.